ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങൾ, അധികം ആരും പറഞ്ഞു തരണമെന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ ഈ ക്യാൻഡിലിന്റെ പിന്നിൽ നടക്കുന്ന ചില കഥകളാണ് പറയാൻ പോകുന്നത്. ക്യാൻഡിലിനെ കുറിച്ചല്ല, ക്യാൻഡിലിനെ കുറിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ക്യാൻഡിലിന്റെ പിന്നിൽ നടക്കുന്ന സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് കണ്ടോളൂ, നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. ട്രെൻഡ് ഉള്ള മാർക്കറ്റും ഉണ്ട്, ട്രെൻഡ് ഇല്ലാത്ത മാർക്കറ്റും ഉണ്ട്. അതിൽ ട്രെൻഡ് ഉള്ള മാർക്കറ്റിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യണം എന്നതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. ഒന്നാമത്തെ റൂള് ശ്രദ്ധിച്ച് കണ്ടോളാം. ഇത് നമ്മുടെ ഒരു മാർക്കറ്റ് ആണെന്ന് കരുതുക. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ഇത് മാർക്കറ്റ് ആണെന്ന് കരുതുക. ഈ മാർക്കറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റ് അവസാനിച്ചത്. ഇതിനെ ഒരിക്കലും ഒരു ട്രെൻഡ് ആയിട്ട് കണക്കാക്കരുത്. ആദ്യം തന്നെ അത് മനസ്സിൽ വെക്കുക. ഇത് ട്രെൻഡ് അല്ല, ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ല. കാരണം എന്താണ്, മാർക്കറ്റിന്റെ ഏറ്റവും അവസാനം മാർക്കറ്റ് ഇത് റിക്കവർ ചെയ്ത് ഇത്രയും ഏകദേശം പകുതിയിലധികം മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത്തരം മാർക്കറ്റ് ഒന്നും ട്രെൻഡ് അല്ല. പ്രോപ്പർ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ചാർട്ട് കണ്ടോ, ഈ ഒരു ചാർട്ട് കണ്ടോ, ഇതാണ് ഒരു പ്രോപ്പർ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യം മുതൽ അവസാനം വരെ മാർക്കറ്റിൽ എന്തുണ്ട്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് സെന്റിമെന്റ്, ഒരു ഡൗൺ സെന്റിമെന്റ്, ഒരു ബിയറിഷ് സെന്റിമെന്റ് ഉണ്ട്. ഇത്തരത്തില് അവസാനം വരെ ഇതുപോലെ നിൽക്കുന്ന മാർക്കറ്റുകളെയാണ് പ്രോപ്പർ ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ. അപ്സൈഡ് ആണെങ്കിൽ അവസാനം വരെ അപ്സൈഡ് ആയിരിക്കണം, അവസാനം വരെ മുകളിലേക്ക് ആയിരിക്കണം. അപ്പോൾ എങ്ങോട്ടാണോ അത് അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു പ്രോപ്പർ ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് നമ്മൾ കണ്ടു എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളുക. നമ്മുടെ ഈ ട്രെൻഡിങ് മാർക്കറ്റിലെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിന് മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം പറയാം. ഇത് നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ബിഗ് പ്ലേയേഴ്സിന്റെ അവര് മാർക്കറ്റിലോട്ട് പണം പമ്പ് ചെയ്യുന്ന ഡേറ്റയാണ് ഈ കാണുന്നത്. മാർക്കറ്റിലേക്ക് ബിഗ് പ്ലേയേഴ്സ് എത്രത്തോളം പണം പമ്പ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ എടുക്കുന്നത്, നമ്മൾ നേരെ ഫ്യൂച്ചർ ചാർട്ടിൽ പോയതിനു ശേഷം ഫ്യൂച്ചേഴ്സ്, ഇപ്പൊ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്, റിലയൻസ് ആണെങ്കിൽ റിലയൻസ് ഫ്യൂച്ചേഴ്സ്, ഫ്യൂച്ചർ ചാർട്ടിൽ പോവുക. ഫ്യൂച്ചർ ചാർട്ടിൽ പോയതിനു ശേഷം ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ, ഇവിടെ വന്നതിന് ശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇവിടെ കണ്ടോ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. മാർക്കറ്റിലേക്ക് ഈ പറയുന്ന ബിഗ് പ്ലേയേഴ്സ് എപ്പോഴൊക്കെയാണ് ആക്റ്റീവ് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണിത്. ഓക്കെ, ഇത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല. ഇത് എങ്ങനെ ഇവർ ആക്റ്റീവ് ആണെന്ന് അറിയുന്നത്, ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത് കണ്ടോ, ഇവരുടെ ഈ ട്രെൻഡ് നോക്കി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ, അവസാനം വരെ ഒരു ട്രെൻഡ് ഉണ്ട് അല്ലേ. ഇവിടെ അവസാന നിമിഷം വരെ ഇവർക്കൊരു ട്രെൻഡ് ഉണ്ട്. ഇവരുടെ ഈ ഒരു ലൈൻ കണ്ടോ, അവർ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ട്രെൻഡ് വരുന്ന ഈ ലൈനിൽ. അല്ലാത്തപ്പോ അങ്ങനെ വരില്ല. അതാ ഇവിടെ നോക്കി, ഈ ഒരു മാർക്കറ്റ് കണ്ടോ, അത് ഇവിടെ കണ്ടോ, ഇവിടെ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ ആ ലൈനില്? ഇവിടെ ഒരു ട്രെൻഡ് ഇല്ല. ഇവിടെ ഒരു സൈഡ് വൈസ് ആയിട്ടല്ലേ പോണത്. ഇവിടെ അവരെന്ത് ചെയ്യുന്നില്ല, പണം പമ്പ് ചെയ്യുന്നില്ല. ഇവിടെ അവര് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നില്ല, വളരെയധികം പണം പമ്പ് ചെയ്യുന്നില്ല ഈ ഒരു ഡേയില്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ ഡേ നോക്കി, അവർ ഭയങ്കര ആക്റ്റീവാണ്. അവര് നല്ല രീതിക്ക് ആക്റ്റീവാണ്. അവർ ആക്റ്റീവ് ആകുമ്പോഴാണ് ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അപ്സൈഡ് പോണത്. അപ്പോ എപ്പോഴൊക്കെയാണോ ഈ ലൈൻ ഇതുപോലെ അപ്സൈഡ് പോണത്, ആ മാർക്കറ്റുകൾ ശ്രദ്ധിച്ചോളുക. അല്ലാത്ത മാർക്കറ്റുകൾ വിട്ടേക്കാം. ഇതേപോലെ ഡൗൺ സൈഡ് പോകുക, സൈഡ് വേസ് പോകുക, ആ മാർക്കറ്റ് വിട്ടേക്കുക. ആ മാർക്കറ്റ് അല്ല ഞാൻ പറയുന്നത്. അവര് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റ ഇതുപോലെ, അല്ലെങ്കിൽ അവർ ഇതുപോലെ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്ന മാർക്കറ്റുകളെ വാച്ച് ചെയ്തോളുക. ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് കാണിച്ചു തരില്ല, അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയാൽ ഇത് കിട്ടൂല. ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പിന്നിലാണ് ഇത് നമുക്ക് മനസ്സിലാവുക. എല്ലാ ട്രെൻഡിലും ഇവരിങ്ങനെ പണം പമ്പ് ചെയ്യില്ല, അത് ഓർക്കുക. അത് ഡേറ്റ എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ ഒന്നാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞത്, 3 റൂൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, 2 റൂളേ ആയിട്ടുള്ളൂ, ഇനിയുമുണ്ട്. ഒന്നാമത്തെ റൂൾ ഞാൻ എന്താ പറഞ്ഞത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു ട്രെൻഡി മാർക്കറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ ആദ്യം മുതൽ ഒടുക്കം വരെ മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒരു ട്രെൻഡ് ഉണ്ടായിരിക്കും. അല്ലാതെ അവസാന നിമിഷം പോയിട്ട് ഇതുപോലെ ഒരു വലിയ അപ്സൈഡ് വന്നാൽ അത് ട്രെൻഡ് അല്ല. അത് ട്രെൻഡ് അല്ല. ഈ കാണുന്നതാണ് ഒരു പ്രോപ്പർ ട്രെൻഡ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു പ്രോപ്പർ ട്രെൻഡ്. സെക്കൻഡ് എന്തായിരുന്നു പറഞ്ഞത്? ബിഗ് മണി അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതെങ്ങനെ ആഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത് എല്ലാ ബ്രോക്കറിലും ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. 0, 5 അങ്ങനെ കുറച്ച് ബ്രോക്കേഴ്സ് ഇതിലുണ്ട്. അത്യാവശ്യം മെയിൻ സ്ട്രീമിലുള്ള ബ്രോക്കേഴ്സിലെല്ലാം ഇത് കാണും കേട്ടോ. പലർക്കും അറിയില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഇത് പ്രോപ്പർ ആയിട്ട് ആഡ് ചെയ്യുക. റൂൾ നമ്പർ 2 അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്താൽ പോരാ, ഇതിൽ എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ട്രെൻഡ് ഉണ്ടായിരിക്കണം അവസാനം വരെ. അല്ലാതെ ഇത് അവസാനം വന്നിട്ട് ഫോളോ ആവാൻ പാടില്ല. അവസാന നിമിഷം ഇത് അവസാനം വരെ വന്നിട്ട് ഇതിങ്ങനെ അവസാനം ഫോളോ ആവാൻ പാടില്ല. അങ്ങനെയല്ല, അവസാനം വരെ ഇതിലും ട്രെൻഡ് ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടേ, രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടേ. അപ്പോ ഇനിയാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കാം. സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോ മാർക്കറ്റ് ഇതുവരെ വന്നിട്ടുണ്ട്, ഇത്രയും വന്നിട്ടുണ്ട്. അതേസമയം ബിഗ് മണി ഇത്രയും പണവും പമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി മൂന്നാമത്തെ ഡേറ്റ, അതായത് മൂന്നാമത്തെ ഡേറ്റയാണ് ഞാൻ ഈ എടുക്കുന്നത്. മാർക്കറ്റിലെ ഇത് അതേ ദിവസമാണ് കേട്ടോ. ഇത് നോക്കി നവംബർ 4 ഡേറ്റ് ആണ് ഈ കാണുന്നത്. 4th നവംബർ ആണ് ഈ കാണുന്നത്. എന്താണ് 4th നവംബർ? ഇവിടെ കാണാം. 4th നവംബറിലെ ഡേറ്റ് ആണ് ഈ കാണുന്നത്. ഈ ഡേറ്റ് എല്ലാവരും എടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം മനസ്സിലാക്കിയാലും മതി. ഇത് എല്ലാവരും എടുക്കണമെന്നില്ല. ഈ മൂന്നാമത്തെ ഡേറ്റ് നോക്കിയേ. മൂന്നാമത് ഡേറ്റ് നോക്കിയേ. മാർക്കറ്റിന്റെ അവസാനത്തെ 1 മണിക്കൂറില് മാർക്കറ്റിന് ഇത് 60 മിനിറ്റ്സ് ആണ്. മാർക്കറ്റിന്റെ അവസാനത്തെ 1 മണിക്കൂറില് അവര് 17 ലക്ഷത്തിലധികം വോളിയം ബിൽഡ് ചെയ്തേക്കാണ്. 17 ലക്ഷത്തിലധികം. ഈ യെല്ലോയിൽ കാണുന്നതുണ്ടോ? ഈ യെല്ലോയിൽ കാണുന്നത് ഹൈ വോളിയം ആണ്. അപ്പൊ മാർക്കറ്റിന്റെ അവസാനത്തെ 1 മണിക്കൂറില് വളരെ ഹൈ വോളിയം ബിൽഡ് ചെയ്തേക്കാണ്. അപ്പൊ ഒന്ന് നോക്കിയേ. ഈ ഡേറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പറയാം കേട്ടോ. അത് പറയാം. ഇപ്പൊ തൽക്കാലം ആദ്യം വിടുക. ഇപ്പൊ ഈ ഡേറ്റ് മാത്രം ശ്രദ്ധിക്കുക. മറ്റെല്ലാം വിട്ടേക്കാം. ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റയെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക. അത് എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ വിട്ടേക്കുക. അതൊക്കെ പിന്നീടുള്ള കാര്യം. ആദ്യം ഡേറ്റ മനസ്സിലാക്കുക. ഒന്നാമത് എന്താണ്? മാർക്കറ്റ് ട്രെൻഡിൽ വന്നു. അവിടെ ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഈ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഏറ്റവും അവസാന നിമിഷം ഹൈ വോളിയം വന്നിട്ടുണ്ടോ? ഹൈ വോളിയം എപ്പോഴാ വരുന്നത്? മാർക്കറ്റിന്റെ അവസാന നിമിഷവും അവർ എക്സിറ്റ് ചെയ്യാതെ, ബിഗ് പ്ലേയേഴ്സ് എക്സിറ്റ് ചെയ്യാതെ ഹൈ വോളിയത്തിൽ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ട്രെൻഡിങ് മാർക്കറ്റിന്റെ അവസാന നിമിഷം വരെ ബിഗ് പ്ലേയേഴ്സ് ഹൈ വോളിയത്തിൽ അവിടെ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേയിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം എന്നതാണ് അവരുടെ താല്പര്യം. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം. ഇത് നമുക്ക് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ഡേ മനസ്സിലാവും. പക്ഷെ അതിന്റെ പിന്നില് ഇതുപോലെ പൊസിഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഒരു ക്യാൻഡിലും പറഞ്ഞു തരില്ല. അത് ഓർക്കുക, ഒരു ക്യാൻഡിലും പറഞ്ഞു തരില്ല. അപ്പോ മാർക്കറ്റില് ആദ്യം നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മാർക്കറ്റിൽ പണം പമ്പിങ് നടന്നിട്ടുണ്ടോ? മാർക്കറ്റ് ട്രെൻഡിങ് ആണോ? മാർക്കറ്റിന്റെ ഏറ്റവും അവസാനം ഹൈ വോളിയത്തിൽ ബിഗ് പ്ലേയേഴ്സ് നമ്മൾ അറിയാതെ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 റൂള് നോക്കുക. ഇത് 2 നോക്കുക. ഈ മൂന്നാമത്തെ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് പെയ്ഡ് വെബ്സൈറ്റ് ആണ്. ഇത് വിട്ടേക്കുക. ഇത് നോക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് രണ്ടും ഡേറ്റ, ഇത് രണ്ടും ഫ്രീ ആണല്ലോ. ഈ ഡേറ്റയും പ്രൈസും ഈ പറയുന്ന ഈ ഒരു അപ്സൈഡ് പോണ ഈ ഒരു കേസും കണ്ടോ? ഇത് രണ്ടും ഫ്രീ ആണല്ലോ. ഇത് രണ്ടും നോക്കുക. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ 2 ഡേറ്റ നോക്കുക. അപ്പോ മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവുന്ന സമയത്ത് ബിഗ് പ്ലേയേഴ്സ് അവസാനം വരെ പണം പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയില് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഡേയിൽ ഇവിടെ എന്താ സംഭവിച്ചു നോക്കി. നെക്സ്റ്റ് ഡേയില് എന്താ സംഭവിച്ചു നോക്കി. മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ ഇവിടെ അതേ ഓപ്പൺ ആയി ഒരു വലിയ ക്യാൻഡിൽ വന്ന ഉടനെ മാർക്കറ്റ് ഫോൾ ആയി. കഴിഞ്ഞ ദിവസത്തെ ക്ലോസും കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു മാർക്കറ്റ് അവസാനിച്ചത് കണ്ടോ. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ സെക്കൻഡ് ക്യാൻഡിൽ മുതൽ ഒരു ഫോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ വലിയൊരു ഫോളാണിത്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നതാണ്. ഇത് ലൈവ് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത് അത്യാവശ്യം വലിയൊരു ഫോളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നടന്നേ? ക്യാൻഡിൽ നോക്കുമ്പോൾ എന്താണ്?
പിറ്റേ ദിവസം ആദ്യത്തെ ക്യാൻഡിൽ നോക്കുമ്പോൾ ഗ്രീൻ ക്യാൻഡിലാ വരുന്നത്. ക്യാൻഡിലിൽ ഡേറ്റ ഇല്ല. പക്ഷെ തലേ ദിവസം അവർ അവസാന നിമിഷം വരെ എടുത്തു വെച്ചേക്കുന്ന ഈ പൊസിഷൻ കണ്ടോ? ഇത് ഷോർട്ട് ബിൽഡപ്പ് ആണ്. ഇത് കണ്ടോ? ഷോർട്ട് ബിൽഡപ്പ് എന്ന് വെച്ചാൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോവാൻ താല്പര്യപ്പെടുന്ന പൊസിഷൻസ്. 17 ലക്ഷം പൊസിഷൻ ആണ് മാർക്കറ്റിന്റെ അവസാനത്തെ 1 മണിക്കൂർ ആഡ് ചെയ്തേക്കുന്നത്. അത് പോട്ടെ, അത് വിട്ടേക്ക്, ആ ഡേറ്റ വിട്ടേക്ക്. ഈ ഡേറ്റ മാത്രം നോക്കൂ, ഈ 2 ഡേറ്റ മാത്രം നോക്കൂ. ഈ 2 ഡേറ്റ മാത്രം നോക്കിയാലും നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും? മാർക്കറ്റിൽ അവസാന നിമിഷം വരെ അവര് പണം പമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും നടക്കുന്നില്ല. കണ്ട, ഈ സെക്കൻഡ് ഡേയിൽ പണം പമ്പ് ചെയ്തിട്ടില്ല. അപ്പോ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇനിയും ഡേറ്റാസ് എടുത്ത് നോക്കാം. ഇത് എല്ലാ ദിവസവും സംഭവിക്കില്ല. ഈ റൂൾസ് എല്ലാ ദിവസവും സംഭവിക്കില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ഡേ കൂടി നോക്കാം. കറക്റ്റ് ഇവരുടെ ട്രെൻഡ് ഉള്ള മറ്റൊരു ഡേ കൂടി നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പൊ ഇത് നവംബർ അല്ല, നമുക്ക് നെക്സ്റ്റ് മന്ത് നോക്കാം. ഓക്കെ, അടുത്ത മന്ത് ഒന്ന് നോക്കിയേ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഇതേതാണ്? ഇത് ഡിസംബർ ആണ്. ഡിസംബർ എടുത്ത് നോക്കി, മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കി. ആദ്യത്തെ ഫസ്റ്റ് ആ ഒരു ഡേ നോക്കി. ഇതൊരു പ്രോപ്പർ ട്രെൻഡ് ആണോ? മാർക്കറ്റ് ആദ്യം മുതൽ അവസാനം വരെ താഴേക്ക് ഫോളോ ആവുകയായിരുന്നു? ഒന്ന് ചെക്ക് ചെയ്തേ. ആദ്യം നമ്മളെ റൂൾ നമ്പർ 1 എന്തായിരുന്നു? മാർക്കറ്റ് ആദ്യം മുതൽ അവസാനം വരെ ട്രെൻഡ് ഉണ്ടായിരിക്കണം. ഇതാണ് റൂൾ നമ്പർ 1. ആ മാർക്കറ്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ ട്രെൻഡ് ഉണ്ടായിരിക്കണം. റൂൾ നമ്പർ 2 എന്താണ്? ട്രെൻഡ് മാത്രം പോരാ, ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് പ്രോപ്പർ ആയിട്ട് അറിയണം. എങ്ങനെ അറിയുന്നേ? അവരുടെ നമ്മളിതാ ഈ പറയുന്ന ഈ ഒരു അവരുടെ പ്രസൻസ് നോക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ഫ്രീ ആണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് ബ്രോക്കേഴ്സ് കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാം. പ്രസൻസ് ഉണ്ട്. കണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കുന്നേ? ഈ ഒരു ഡേറ്റ ഇങ്ങനെ ഈ ഒരു ലൈൻ കണ്ടോ? ഇത് അവർ പണം പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഇത് അപ്സൈഡ് പോകും. അല്ല, എല്ലാ ദിവസവും പോവില്ല. കണ്ടോ? അതിന് തൊട്ട് മുമ്പത്തെ ദിവസമൊക്കെ ഡൗൺ സൈഡാ വന്നേക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അവിടെ ഡൗൺ സൈഡാ, അവിടെ പണം പമ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഡേയിൽ പണം പമ്പ് ചെയ്തിട്ടുണ്ട്. റൂൾ നമ്പർ 1 എന്തായിരുന്നു? മാർക്കറ്റ് കണ്ടിന്യൂസ് എന്തായിരിക്കണം? ഡൗൺ ആയിരിക്കണം വന്നിരിക്കുന്നത്, ട്രെൻഡ് ഉണ്ടായിരിക്കണം. റൂൾ നമ്പർ 2, ബിഗ് മണിയുടെ പ്രസൻസ് അവിടെ ഉണ്ടോ? ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ? ഉണ്ട്. റൂൾ നമ്പർ 2 ഉണ്ട്. ഇത് രണ്ടും നോക്കിയാലും മതി. മൂന്നാമതൊരു കൺഫർമേഷൻ റൂള് നമുക്ക് നോക്കാം. മൂന്നാമത്തത് ഒരു കൺഫർമേഷൻ എടുക്കുന്നതാണ്. ഡിസംബർ 1 അല്ലേ? നമുക്ക് നോക്കിയിട്ട് അവിടെ ഡിസംബർ 1 ജസ്റ്റ് ചെക്ക് ചെയ്യാം. നവംബർ, ഇത് ഡിസംബർ ആണ്. ഡിസംബർ 1 ഡേറ്റ് ആണ് എടുക്കുന്നത്. ഇതേ കണ്ടോ? ഡിസംബർ 1 കണ്ടോ? അവസാനത്തെ 1 മണിക്കൂർ ആ ഒരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇവിടെ ഇത് ഓരോ മണിക്കൂർ വെച്ചാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. ഇതിൽ എല്ലാ തവണയും ഇവിടെ യെല്ലോ ഇല്ല. യെല്ലോ വരുന്ന മണിക്കൂറുകളാണ് ഹൈ വോളിയം വരുന്നത്. അവസാനത്തെ 1 മണിക്കൂർ നോക്കിയാൽ മതി നമുക്ക്. അവസാനത്തെ 1 മണിക്കൂർ നോക്കിയാൽ ഇവിടെ 12,80,000 വോളിയം ഷോർട്ട് ബിൽഡപ്പ്. നേരത്തെ പറഞ്ഞു ഷോർട്ട് ബിൽഡപ്പ് എന്താണ്? മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന പൊസിഷൻസ് എടുത്ത് ഹോൾഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ക്യാൻഡിൽ നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഇത് ക്യാൻഡിൽ നോക്കുമ്പോൾ മനസ്സിലാകില്ല. ക്യാൻഡിലിന്റെ പിന്നിലെ കഥയാണ് ഞാൻ പറയുന്നത്, ക്യാൻഡിലിന്റെ മുന്നിലെ സ്റ്റോറി അല്ല. നമ്മൾ 90% ആൾക്കാരും ക്യാൻഡിലിന്റെ മുന്നിൽ എന്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഈ കാണുന്ന ക്യാൻഡിൽ എന്താണ് അതിന്റെ പാറ്റേണാണ് പഠിക്കുന്നത്. ഞാൻ പറയുന്നത് ക്യാൻഡിലെ പിന്നിലെ കഥകളാണ്. എന്റെ ഇതിന് മുൻപുള്ള വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ നമ്മൾ റൂൾ നമ്പർ 1, 2, 3 ചെക്ക് ചെയ്ത് നോക്കിയേ. റൂൾ നമ്പർ 1 പ്രോപ്പർ ട്രെൻഡ് ഉണ്ട്. റൂൾ നമ്പർ 2 ബിഗ് മണിയുടെ പ്രസൻസ് ഉണ്ടോ? ബിഗ് മണിയുടെ പ്രസൻസ് ഉണ്ട്. റൂൾ നമ്പർ ലാസ്റ്റ് എന്താണ്? ലാസ്റ്റ് ഒരു കൺഫർമേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരും പോയിട്ട് ഈ വെബ്സൈറ്റ് എടുക്കണമെന്നില്ല. ഇത് പെയ്ഡ് വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പെയ്ഡ് ആയിട്ട് പോയിട്ട് ആരും എടുക്കണ്ട. ഈ 2 കാര്യങ്ങൾ, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നോക്കുക. പെയ്ഡ് വിട്ടേക്കുക, അത് വിട്ടേക്കുക. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നിലവിൽ ഇത് ഇവിടെയാണ് അവൈലബിൾ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്, കാരണം എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. മറ്റാരും ഇത് എടുക്കാൻ വേണ്ടി ഞാൻ പറയില്ല, എടുക്കേണ്ട ആവശ്യവും ഇല്ല. ഈ 2 ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡേറ്റ മാത്രം നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൺഫർമേഷന് വേണ്ടി ഇവിടെ ലാസ്റ്റ് 1 മണിക്കൂറിലെ വോളിയം കൂടി നോക്കുമ്പോൾ ഹൈ വോളിയം ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ് എന്ന് കണ്ടോ? റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ് ഒരുപാട് അവിടെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്മാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് പ്ലേയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ എന്ത് ചെയ്യും? അവർ അത്രയും പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്താൽ മാർക്കറ്റിനെ എന്ത് ചെയ്യും? അവര് താഴേക്ക് പുഷ് ചെയ്യും. പിറ്റേ ദിവസം എന്താ നോക്കി, അടുത്ത ഞാനിതിപ്പോ ഒന്നാമത്തെ എക്സാമ്പിൾ അല്ല, 2ാമത്തെ എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. മാർക്കറ്റ് പിറ്റേ ദിവസം കിടക്കുന്നു. മാർക്കറ്റ് തുടക്കം മുതലേ ഒരൊറ്റ ഫോള്, നേരത്തെ കണ്ടതുപോലെ അതേ പാറ്റേൺ അതേപോലെ വന്നു. ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ, നേരത്തെ നമ്മൾ അതല്ലേ കണ്ടത്.
അതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, പിന്നെ പോണു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ പലപ്പോഴും പല ബയേഴ്സും കയറിയിട്ട് ബൈ ചെയ്യും, അവര് ട്രാപ്പ് ചെയ്യിപ്പിക്കും. ഈ ഡേറ്റ അറിയാതെ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന പലരും ആൾക്കാരും ട്രാപ്പിലായി പോകും. നമ്മൾ പഠിക്കേണ്ടത്, ആദ്യം പഠിക്കേണ്ടത്, ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുന്നത് മോശമാണെന്നല്ല, ആദ്യം പഠിക്കേണ്ടത് ക്യാൻഡിലിന്റെ പുറകിൽ എന്താണ്, ക്യാൻഡിലിന്റെ മുന്നിലല്ല, പുറകിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ആണ് ആദ്യം പഠിക്കേണ്ടത്, അതിന് മുന്നിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഈ ഇത്രയും ബിഗ് പ്ലേസ് നോക്കി, ബിഗ് പ്ലേസ് അവരുടെ ഡേറ്റ നോക്കി, അവര് അവസാന നിമിഷം കൊണ്ട് അത്രയും പൊസിഷൻ ഹോൾഡ് ചെയ്തേക്കുന്നുണ്ടോ, ആ പൊസിഷൻ, ആ പണം പമ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ, എന്തുമാത്രമാണ് അവിടെ പമ്പിങ് നടന്നേക്കുന്നത് എന്നുള്ളത്. അത് ഇവിടെ കൃത്യമായിട്ട് ആ വോളിയം കാണാം, 12.8 ലക്ഷം, നോർമലി 5 ലക്ഷം, 4.5 ലക്ഷം, 5.1 ലക്ഷം, 5 കണ്ട അത്രയേ ഉള്ളൂ. പക്ഷെ അവസാനത്തെ 1 മണിക്കൂർ 12 ലക്ഷം ആ പമ്പ് ചെയ്തേക്കുന്നത്. എന്തിന്? വൈ ദേ ആർ പമ്പിങ് മണി? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം ഈ ഒരു ട്രെൻഡ് ഉണ്ട്, അവര് പണം പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡ് അവർക്ക് കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം. ഇത് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെയാ മനസ്സിലാവുന്നേ? ഞാൻ പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഞാനത് മനസ്സിലാവാനാ പറയുന്നേ. കാരണം ഈ ഡേറ്റ നമ്മൾ ചിലപ്പോൾ പലർക്കും, ഒരു കേൾക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയത്തില്ലായിരിക്കാം. അപ്പൊ ഒരു തവണ പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഒരു തവണ കൊണ്ട് മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. കാരണം ഞാൻ അങ്ങനെയാ എപ്പോഴും സംസാരിക്കുന്നത്. കാരണം ഞാൻ എന്റെ ബൈ പ്രൊഫഷൻ കൂടി ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ക്യാൻഡിലിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ 2 എക്സാമ്പിൾ കൊണ്ട് വീഡിയോ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഈ 3 റൂള്, റൂൾ നമ്പർ 1, മാർക്കറ്റിൽ ട്രെൻഡ് ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഡേറ്റ ഉണ്ടോ, ഈ ഡേറ്റയിൽ ട്രെൻഡ് ഉണ്ടായിരിക്കണം. റൂൾ നമ്പർ 3 എന്താണ്? അതൊരു കൺഫർമേഷൻ റൂൾ ആയിട്ട് ഇവിടെ വോളിയം ബിൽഡ് ഉണ്ടായിരിക്കണം. ഇത് 3 സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അല്ലെങ്കിൽ പിറ്റേന്ന് ചിലപ്പോൾ ഗ്യാപ് ഡൗൺ വരെ വന്നേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോളോ ആയേക്കാം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തുള്ള ഒരുപാട് ഡേറ്റാസ് മാർക്കറ്റിലുണ്ട്. ഇനിയും ഇതുപോലെ ചാർട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. മാർക്കറ്റിൽ ഇപ്പൊ എനിക്ക്, ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ താഴെ ഉണ്ടാവും. എന്റെ അടുത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓർക്കാൻ, ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കില്ല. ഫ്രീ ഉള്ള സമയത്ത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ സമയത്തും ഉണ്ടായിരിക്കില്ല. എന്റെ സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ എന്റെ അടുത്ത് പഠിക്കുന്നവരായാലും ഞാൻ എപ്പോഴും എല്ലാ സമയത്തും ഞാൻ ഫ്രീ ആയിരിക്കില്ല. ഫ്രീ ഉള്ള സമയത്ത് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ഇടുന്നതായിരിക്കും, മെസ്സേജ് ഇടുമ്പോൾ കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടേക്കാം, ഞാൻ ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും കാണുമ്പോൾ തരും. കാരണം അത് പലപ്പോഴും പലരത് പെട്ടെന്ന് ഞാൻ കാണാതെ അത് മനഃപൂർവ്വം റിപ്ലൈ അയക്കാത്താണെന്ന് വിചാരിക്കും. അങ്ങനെ അല്ല കേട്ടോ, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ഇടുന്നതായിരിക്കും. ഞാൻ മോസ്റ്റ് ഓഫ് ദ തിരക്കിലായിരിക്കും. വല്ലപ്പോഴും ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ പോലെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി, ഇന്ന് എഡിറ്റഡ് വീഡിയോ അല്ല, ഇത് ജസ്റ്റ് എടുക്കുന്നു, അതുപോലെ ഇടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇൻഫോർമേഷൻ, ഇതിൽ നിന്ന് എന്ത് വാല്യൂ കിട്ടുന്നു എന്ന് നോക്കുക. ഇതിൽ എനിക്ക് ഫാൻസി ആയിട്ട് ഇതിനകത്ത് ഓഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ സംസാരിക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. അതിനകത്തുള്ള കണ്ടന്റിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കണ്ടന്റിൽ ഞാൻ പറയുന്ന ഫാൻസി വീഡിയോസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ക്യാൻഡിലിന്റെ പാറ്റേൺ, ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെ ഒരുപാട് കിട്ടും. ഞാൻ അത്തരം കാര്യങ്ങളാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതിന്റെ പിന്നിലെ നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇത്തരം വീഡിയോസ് കുറവാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അധികം ആരും പറഞ്ഞു തരില്ല. അറിയാവുന്നവർ ചിലപ്പോൾ അത് പറഞ്ഞു തരില്ലായിരിക്കാം, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. ഇത് ഞാനീ പറഞ്ഞ ചെറിയ കാര്യമാണ്. ഇത് മൊത്തവും എനിക്കൊരു വീഡിയോയിൽ വന്നിരുന്ന് പറയാനൊന്നും സാധിക്കില്ല. എനിക്ക് അറിയാവുന്ന കറക്റ്റ് ആയിട്ട് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റിനെ ആ വഴിയിൽ നിന്ന് മാറ്റി മാർക്കറ്റിന് പിന്നിലെ ഡേറ്റ പഠിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മാർക്കറ്റിൽ ഉണ്ട് എന്നൊരു വ്യൂ കൊടുക്കാനെങ്കിലും എനിക്ക് പറ്റും. അല്ലെങ്കിൽ അദ്ദേഹം ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ച് വർഷങ്ങൾ വേസ്റ്റ് ആയി പോകത്തില്ലേ? ഒരു 100 പേരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. ഉപയോഗപ്പെടുന്നുണ്ട്, കാരണം എനിക്ക് മനസ്സിലാവാനാണ് എത്ര പേർക്ക് ഉപയോഗപ്പെടുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ബോറായിരിക്കാം. പക്ഷെ എനിക്ക് എന്നാലേ മനസ്സിലാവത്തുള്ളൂ ആർക്കൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്. കമന്റ് ലൈക്കും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. സൈലന്റ് ആയിട്ടിരുന്ന എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ആർക്ക് ഉപയോഗപ്പെട്ടു, ആർക്ക് ഉപയോഗപ്പെട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോ ഈ കാര്യങ്ങള്, ഇത്തരത്തിലുള്ള ഡേറ്റ എവിടെയാണ്, മാർക്കറ്റിലെ ബിഗ് മണി എവിടെയാണ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ട്രേഡുകൾ, അല്ലെങ്കിൽ ട്രേഡ് പോട്ടെ, മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പഠിക്കാം. മാർക്കറ്റിനെ നമ്മൾ ബേസിക് ആയിട്ട് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ മാർക്കറ്റ് നിൽക്കുന്ന ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ഇത്രയും കണ്ടെത്തി എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല.
കണ്ടെത്തിയവരുണ്ടെങ്കിൽ എന്റെ പേരെ കണ്ടെത്തിയവർ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം. എന്റെ പേരെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പകുതിയോളം ഒരു കുറച്ച് പേരെ കാണത്തുള്ളൂ, വളരെ വിരലെണ്ണാവുന്ന പേരൊക്കെ കാണത്തുള്ളൂ. ആ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കമന്റ് ചെയ്തേക്കാം. കാരണം ഇത്രയും കണ്ടിരിക്കാനുള്ള പേഷ്യൻസ് ഒന്നും പലർക്കും ഉണ്ടാവില്ല. അപ്പൊ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമന്റ് ചെയ്തേക്കാം കേട്ടോ. മനസ്സിലാവാനാണ് എത്രത്തോളം ആൾക്കാർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ അത് എപ്പോഴെങ്കിലും ഫ്രീ ഉള്ള സമയത്ത് റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അതിൽ കോൾസോ ടിപ്സ് ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, കോൾസോ ടിപ്സ് ഒന്നും അല്ല. അതിനകത്ത് ഞാൻ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കൂടുതൽ ഇതേപോലെ ക്യാൻഡിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഫ്രീ ഉള്ളപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.